Hi friends, welcome to a new video from English with Assi. നമുക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില വാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലെ തന്നെ ധാരാളം രീതിയിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എനിക്ക് നല്ല സുഖമില്ല, അവർക്ക് മാത്രമേ അത് അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോരോ സെൻറ്റൻസുകൾ പറയാറുണ്ടല്ലോ. അപ്പം അത് ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എത്രയും പെട്ടെന്ന്, വേഗം എന്ന് പറയുന്നതിന് എന്താണ് ഇംഗ്ലീഷ് അറിയോ? ഇൻ നോ ടൈം. എത്രയും പെട്ടെന്ന്, ഇൻ നോ ടൈം. എന്നാൽ എല്ലാറ്റിലും ഉപരിയായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എബവ് ഓൾ. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ലേ. എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നോ ടൈം, യു ഷുഡ് കം ഹിയർ. ഓക്കെ, ഇൻ നോ ടൈം. സർവോപരി അല്ലെങ്കിൽ എല്ലാറ്റിനും മേളിൽ, എബവ് ഓൾ. നമ്മൾ സാധാരണ പറയും ദൈവത്തിനാണ് അല്ലേ, ഈശ്വരനാണ് എന്ന് പറയില്ലേ, ബൈ ഗോഡ്. അതായത് ദൈവത്തെ സാക്ഷി നിർത്താണ്, ബൈ ഗോഡ്. പിന്നെ നമ്മൾ പറയാം അതൊന്നും സാരമില്ല, അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയില്ലേ, അതാണ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എന്നാൽ എനിക്ക് നല്ല സുഖമില്ല എന്നാണെങ്കിലോ, ഐ ആം നോട്ട് വെൽ. എനിക്ക് നല്ല സുഖമില്ല, ഐ ആം നോട്ട് വെൽ. എൻ്റെ ദൈവമേ എന്ന് പറയത്തില്ലേ, അതെന്താണ്? ഓ മൈ ഗോഡ് അല്ലെങ്കിൽ ഗുഡ് ഹെവൻസ്, ഗുഡ് ഹെവൻസ്. അല്പം കാത്തു നിൽക്കൂ, ഇച്ചിരി നേരം ഒന്ന് നിൽക്കൂ എന്ന് ചോദിക്കുന്നത് വെയിറ്റ് എ ബിറ്റ്, വെയിറ്റ് എ ബിറ്റ്. ഞാൻ ദാണ്ട് ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഹിയർ ഐ ആം, ഹിയർ ഐ ആം. അപ്പൊ നോക്കൂ, സർവോപരി എന്നാണെങ്കിൽ എബവ് ഓൾ, എന്നിട്ടോ എത്രയും പെട്ടെന്നാണെങ്കിൽ ഇൻ നോ ടൈം. അതൊന്നും സാരമില്ല എന്നാണെങ്കിലോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ദൈവത്തിനാണ് ബൈ ഗോഡ്. എനിക്ക് നല്ല സുഖമില്ല, ഐ ആം നോട്ട് വെൽ. എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ്, ഗുഡ് ഹെവൻസ്. ഓക്കെ, ഇനി വല്ലപ്പോഴും ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ വല്ലപ്പോഴും ഒക്കെ പോവാറുണ്ട് എന്നൊക്കെ പറയില്ലേ, നൗ ആൻഡ് ദെൻ, നൗ ആൻഡ് ദെൻ. എന്നാൽ നേരെ മറിച്ചെന്നാണെങ്കിലോ ഓൺ ദ അതർ ഹാൻഡ്. നേരെ മറിച്ച് എന്ന് പറയുമ്പോൾ ഓൺ ദ അതർ ഹാൻഡ്. ഓ അതൊന്നും സാരമില്ലെന്ന് പറയത്തില്ലേ, സാരമില്ല എന്ന് പറയില്ലേ, നെവർ മൈൻഡ്. സാരമില്ല എന്ന് പറയുമ്പോൾ നെവർ മൈൻഡ്. ഓക്കെ, എന്നാൽ ചില കാര്യം പറയുമ്പോൾ ഓർത്തോണം, ഓർത്തോണം എന്ന് പറയില്ലേ, ഓർത്തോണം എന്ന്. മൈൻഡ് യു, മൈൻഡ് യു. ഓക്കെ, അതുപോലെ ഈ ഓർത്തോളം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ നിന്റെ തല അവിടെ മുട്ടും, നിന്റെ തല മുട്ടാതെ സൂക്ഷിച്ചോണം എന്ന് പറയുകയാണെങ്കിലോ, ഇപ്പൊ ഇവിടെ മൈൻഡ് യു പറഞ്ഞു, ഇവിടെ മൈൻഡ് യുവർ ഹെഡ്, മൈൻഡ് യുവർ ഹെഡ്. ഇനി ചില കറികളോ ഫുഡോ ഒക്കെ വെക്കുമ്പം ഇതൊന്ന് രുചിച്ച് നോക്കിയെന്ന് പറയില്ലേ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ജസ്റ്റ് ടേസ്റ്റ് ദിസ്, ജസ്റ്റ് ടേസ്റ്റ് ദിസ്. എന്നാൽ ഒരു നിമിഷം നിൽക്കൂ, ജസ്റ്റ് എ മൊമെന്റ്, ജസ്റ്റ് എ മൊമെന്റ്. രുചിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ദിസ്. ഒരു നിമിഷം നിൽക്കൂ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് എ മൊമെന്റ്. ഇത് അങ്ങനെയല്ല, ഇറ്റ് ഈസ് നോട്ട് സോ. ഇതങ്ങനെയല്ല, ഇറ്റ് ഈസ് നോട്ട് സോ. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും അതങ്ങനെ നിഷേധിക്കാനൊന്നും പറ്റില്ല, അത് സത്യമാണ്, അതങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല. ദർ ഈസ് നോ ഡിനേയിങ്, ദർ ഈസ് നോ ഡിനേയിങ്. ഓക്കെ, DNYNG. ഇനി ലോകത്തെല്ലായിടത്തും മുമ്പേ പറഞ്ഞ നമ്മൾ സർവോപരി എന്നുള്ളത് എബവ് ആളാണ്. എന്നാൽ ലോകത്തെല്ലായിടത്തും എന്ന് പറയുമ്പോഴോ ഓൾ ഓവർ ദ വേൾഡ്, ഓൾ ഓവർ ദ വേൾഡ്. എന്നാൽ എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ഓൾ ടുഗദർ. എന്നാൽ ഇതുപോലെ തന്നെ വേറുള്ളൊരു വാക്കാണ്, നേരത്തെ തന്നെ, മുമ്പേ തന്നെ ഞാനതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഓൾറെഡി, ഓൾറെഡി. എന്നാൽ മിക്കവാറും, ഏതാണ്ട്, കുറേയൊക്കെ എന്നൊക്കെ പറയില്ലേ, അത് ഓൾമോസ്റ്റ്. അതായത് ഇപ്പം മിക്കവാറും പുറപ്പെടാനുള്ള നേരമായി. ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്. ഓക്കെ, ഇനി എന്താ ഇവിടെ നടക്കുന്നത്, എന്തുണ്ടായി? അതാണെങ്കിൽ വാട്സപ്പ്,
അപ്പോൾ വാട്സപ്പിൻ്റെ മനസ്സിലായല്ലോ. വാട്സ്ആപ്പ് അത് തന്നെ സ്പെല്ലിങ് കേട്ടോ. വാട്സ്ആപ്പ് നമ്മുടെ വാട്സപ്പിൻ്റെ സ്പെല്ലിങ് തന്നെയാണ് ഇതിനും ഉള്ളത്, വാട്സപ്പ്. ഇനി ഞാൻ മാത്രം, തനിയെ എന്നൊക്കെ പറയില്ലേ, എലോൺ. അപ്പൊ അവൾക്ക് മാത്രമേ സത്യം അറിയൂ, അവൾക്ക് മാത്രം. അപ്പൊ എലോൺ അവിടെ പറഞ്ഞു അവൾക്ക് മാത്രം. ഷീ എലോൺ നോസ് ദ ട്രൂത്ത്. ഷീ എലോൺ നോസ് ദ ട്രൂത്ത്. ഇനി നമ്മൾ ചിലർക്ക് പ്രോമിസ് കൊടുക്കും, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുക, ഞാൻ ചെയ്യത്തില്ല എന്ന്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്ന് പറയുന്നതിനാണ് ഐ ഗിവ് യു മൈ വേർഡ്. ഐ ഗിവ് യു മൈ വേർഡ്. ഇനി ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ താമസിച്ചു പോകും, ചിലപ്പോൾ സ്കൂളിലെത്താൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ താമസിച്ചു. അപ്പം നമ്മൾ സാധാരണ അവിടെ ചെന്നിട്ട് പറയുന്നത് എന്താണ്? സോറി ടു ബി ലേറ്റ്. സോറി വരെ നമ്മൾ പറയാറുള്ളൂ. അപ്പം ഇനി മുതൽ താമസിച്ചതിൽ ഖേദമുണ്ട് എന്ന് പറയുമ്പം സോറി ടു ബി ലേറ്റ്. അപ്പോൾ അതൊന്നും സാരമില്ലെന്ന് അവർ മറുപടി പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ മുമ്പേ പറഞ്ഞത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പിന്നെ പറയണം, നിങ്ങളോട് അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഇറ്റ്സ് നോ യൂസ് ടെല്ലിങ് യു അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് നോ യൂസ് ടെല്ലിങ് യു അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി നോക്കൂ, വിഷമിക്കല്ലേ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഡോണ്ട് വറി. ഡോണ്ട് വറി. ഇനി ഇങ്ങോട്ട് നോക്കൂ, നൗ ലുക്ക് ഹിയർ. നൗ ലുക്ക് ഹിയർ. എന്നാൽ സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾ ഒരു കാര്യം നന്നായി ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നന്നായിട്ടുണ്ട് എന്ന് പറയും. എന്തായാലും ഇംഗ്ലീഷ് പറയുന്നത് വെൽ ഡൺ. വെൽ ഡൺ. ഇനി ഇതിനു മുമ്പ് ഒരിക്കലും ഞാനത് കേട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നെവർ ഹേർഡ് ഓഫ് ഇറ്റ് ബിഫോർ. നെവർ ഹേർഡ് ഓഫ് ഇറ്റ് ബിഫോർ. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. ഇന്ന് കുറച്ച് കൂടുതൽ വേർഡ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ എക്സസൈസാണ് ഇനിയുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ തരുന്നതെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. തെറ്റുള്ളത് ഞാൻ കറക്റ്റ് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയം വെറുതെ കളയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയം വെറുതെ കളയാനില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, എന്താണ് നടക്കുന്നത്? അല്ലെങ്കിൽ എന്തുണ്ടായി? എന്താണ് നടക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രയും പെട്ടെന്ന് നിങ്ങൾ വരിക, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വരണം. എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂടി വരണം. അടുത്തത്, ഈ കറി ഒന്ന് രുചിച്ചു നോക്കിക്കേ. ഈ കറി ഒന്ന് രുചിച്ചു നോക്കിക്കേ. ഞാനിപ്പോൾ വരാം, അല്പം കാത്തു നിൽക്കൂ. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ വരാം, അല്പം കാത്തു നിൽക്കൂ. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് നോക്കിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.